Happy birthday to you. Happy birthday, happy birthday. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. ഞാൻ ആ യോസഫിൻ്റെ ഉള്ള അവിടെ പാസ്റ്റർ ബിനു എന്ന് ചേർക്കട്ടെ. സ്തോത്രം. പാസ്റ്റർ ബിനു ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അതിനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. സ്തോത്ര. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകലമാനവും മഹത്വവും പുകഴ്ചയെല്ലാം ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഈ വൈകവേള കാണുവാൻ നാം ഒന്നിച്ച് ഈ ഓൾഡ് ജുഹമിൽ കൂടി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഒന്നിച്ച് ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ബിനുപാഷ് ജനനം മുതൽ ഇന്നേ ദിവസം വരെയും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് നന്ദി കരേറ്റുവാനും ആമേ ശേഷിക്കുന്ന സമയം ആയുസ്സും ആരോഗ്യം ദൈവം കൊടുത്ത് കർത്താവിന് വേണ്ടി ശക്തമായി ഓടുവാൻ പിന്നെയും കുടുംബമായി ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിപ്പാനും കൂടെയാണല്ലോ നാം ഒന്നിച്ചിവിടെ വന്നത്. കഴിഞ്ഞ 44 വർഷം ദൈവം അതിശയകരമായി അത്ഭുതകരമായി ദൈവം വഴി നടത്തി. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം 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 അമ്മയെ കടന്നുപോയ സ്ഥാനത്തെല്ലാം ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവമാലോചന പറഞ്ഞു കൊടുത്ത് ജയത്തോടെ നടത്തിയ വിധങ്ങളെ ഓരോന്നായി ഓർത്ത് സ്തോത്രം ചെയ്ത് നന്ദി കരേറ്റുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാ. കർത്തൃദാസന്മാരെല്ലാം കടന്നു വന്ന എല്ലാ ദൈവദിനത്തിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം എത്രത്തോളം നടത്തിയല്ലോ. പിന്നെയും വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മെ ജയത്തോടെ ഓരോ ദിവസവും നടത്തും. ആമേ. മനുഷ്യൻ വാക്ക് പറഞ്ഞാൽ മാറിയാലും ദൈവം വാക്ക് മാറത്തില്ല. ആ ദൈവത്തിൻ്റെ കരത്തിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ച നമ്മെ ദൈവം നടത്തും. അതോർ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് കർത്തൃദാസന്മാർ ആശംസകൾ അറിയിക്കും. അതിനു മുൻപ് തന്നെ ഇവിടെ സഹോദരന്മാരെ പ്രതിനിധീകരിച്ചും അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിനെ പ്രതിനിധീകരിച്ചും ചിലർ ആശംസകൾ അറിയിക്കാനായിട്ട് പോകുകയാണ്. ആമേ. ഫേബ, അതുപോലെ ജോസഫ് ബ്രദർ, ബച്ചൻ ആശംസ പറയാം. ഒരു വാക്ക് ആശംസ പറയും. അനിയച്ചാന്, ബാവുച്ചാന്, അങ്ങനെ ചുരുക്കം വാക്കിൽ വേഗം മുൻപോട്ട് വന്ന് ആശംസകൾ അറിയിപ്പാനായിട്ട് ഓർപ്പിക്കുന്നു. ആദ്യം അതിന് ശേഷമായിട്ട് കർത്തൃദാസന്മാർ ആശംസകൾ അറിയിക്കും. അതിനായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. മുൻപോട്ട് ചുരുക്കം വാക്കിൽ. ഈ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ എല്ലാം ആയിരിക്കുന്ന നമ്മുടെ മിനു പാസ്റ്ററിൻ്റെ 44ാമത് ബർത്ത്ഡേ ഘോഷിക്കാൻ വേണ്ടിയാണ്. പാസ്റ്ററെയും കുടുംബത്തെയും ഞാൻ എന്നും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മകൻ്റെ പ്രായമാണ്, ഒരു വയസ്സേ കുറവുള്ളൂ. ദൈവം നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യും. ഞങ്ങൾ തമ്മിൽ കണ്ടുകൂട്ടിയ ആ നാൾ മുതൽ ഒരു പിതാവും ഒരു മകനെ പോലെയാണ് ഞങ്ങൾ രണ്ടും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യും. ആ വലിയൊരു മഹത്വം ഞങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കാൻ സാധ്യമല്ല. ഈ സ്നേഹത്തിനെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഞാനിത് ഏറ്റെടുത്തതിൻ്റെ ഉദ്ദേശം ആര് കൈവിട്ടാലും ഒരത്താണി തണൽ ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിവിടെ ഈ സ്നേഹത്തിലാണ് എൻ്റെ മകനെ അടക്കിയിരിക്കുന്നത്. എനിക്കത് ധൈര്യമായിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിനുപാഷനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ലോർഡ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ദാസനെ ഒരു ബ്ലെസ് ചെയ്യാനാണ്. മീൻസ് ഒരു 44 വർഷക്കാലം ദൈവം ആയുസ്സ് ആരോഗ്യം കൊടുത്തു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മളല്ല. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു.
കർത്താവിൻ്റെ ദാസന് വളരെ ദർശനങ്ങളും ആലോചനയും കൊടുത്തിട്ടുണ്ട് അല്ലേ. അതെല്ലാം ഈ 2025 ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും കുടുംബത്തെയും മാതാവിനെയും പിതാവിനെയും ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു കൂട്ടമായിട്ട്. ഒരു വാക്ക് പാടിക്കോട്ടെ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നീ നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 44 വർഷക്കാലം ദൈവം പ്രിയാഭിഷക്തനെ ദൈവം കാത്തു പരിപാലിച്ചു. വളരെ പ്രതികൂലങ്ങൾ, ആപത്തുകളൊക്കെ വന്ന സമയത്ത് ദൈവം ഇത്രത്തോളം നിലനിർത്തിയ സർവശക്തനായ ദൈവത്തിന് ആദ്യമായി നന്ദി അർപ്പിക്കുന്നു. ഞാൻ ഒരു ലീഡർഷിപ്പ് മീറ്റിങ്ങിൽ ഇപ്രകാരം കേൾക്കുകയുണ്ടായി. ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവദാസനെ ദൈവം അപ്പോയിൻറ്റ് ചെയ്ത് വിടുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വിഷൻ ഉണ്ടാവും, ഒരു സ്വപ്നവും കൊടുത്തിട്ടാണ് ദൈവം ഒരു ദൈവദാസനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയ അഭിഷക്തന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി വിഷൻസുകളുണ്ട്. അപ്പോൾ അത് ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ദൈവം അത് കൊടുത്ത ഒരു വിഷന് സ്വപ്നങ്ങളാണ്. അബ്ദുൽ കലാം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുൻ പ്രസിഡൻറ്റ് ഇപ്രകാരം പറഞ്ഞു, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ആ സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തുമെങ്കിൽ അതാണ് യഥാർത്ഥ സ്വപ്നം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ അഭിഷക്തൻ്റെ സ്വപ്നത്തിന് വേണ്ടി അദ്ദേഹം രാപ്പകലില്ലാതെ അത് ഉറക്കളച്ച് അതിൻ്റെ പുറകിന് പ്രിയ അഭിഷക്തൻ അത് നേടിയെടുക്കുവാൻ വേണ്ടി, അതിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി വളരെ അധ്വാനിക്കുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ വരുന്ന വർഷങ്ങൾ അതിൻ്റെ ഫുൾഫിൽമെൻറ്റിൻ്റെ സീസൺ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ പ്രോജക്റ്റുകൾ, വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം പ്രിയാഭിഷക്തനെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രിയ സൺഡേ സ്കൂളിൻ്റെയും എല്ലാവിധ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ പ്രതികരിച്ച് പ്രിയച്ചാൻ ഇപ്പോൾ ആശംസകൾ അറിയിക്കും. വലിയ സമയത്ത് ദൈവമകളോടൊത്ത് കർത്താവെ ശുശ്രൂഷിപ്പാൻ നൽകി തന്ന എല്ലാവിധ നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ 1 മാസവും 12 ദിവസമായി ഇവിടെ വന്നിട്ട് ഭാഷയുടെ വന്നിട്ട് 1 മാസവും 12 ദിവസമേ ഉള്ളൂ. എനിക്ക് കിടന്നാൽ ഉരുളാനോ എഴുന്നേക്കാനോ വയ്യാത്ത സ്ഥിതിയിലാണ് എന്നോട് കടന്നു വന്നത്. കാരണം ജോലിക്ക് പോകരുത്, ഒരു കട്ടിലിൽ നിന്ന് വീണു, നട്ടലിൻ്റെ കണ്ണി അകന്നു പോയി. ഏതാണ്ട് 40,000 രൂപയുടെ സ്കാനിങ് എക്സ്റേ എടുത്തു. ആയുർവേദത്തിലും ഇംഗ്ലീഷിലുമൊക്കെ പോയി. അങ്ങനെ ഏതായാലും സ്വല്പം വിടുതലുകൾ കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥന ശക്തമായിട്ട് ഭാഷ എനിക്ക് വേണ്ടി ദൈവമക്കളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസന നായനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ അന്ത്യത്തോളം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും ഭാര്യയും മക്കൾ കളഞ്ഞതാണ്. 16 വർഷം കൊണ്ട് ഞങ്ങൾ ഭാര്യ കിടങ്ങന്നൂർ കിടക്കുന്നു, ഞാനിവിടെയും വന്നു കയറി. അപ്പോൾ ഇനിയും അവരുടെ അടുക്കലോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഭാര്യയും കൊണ്ടുപോകത്തില്ല. മരിച്ചാൽ ഇവിടെ കുഴിച്ചിടും. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന മേഖലകൾ എനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാനൊരു പ്രത്യേക ജീവിയാണ്, അതൊക്കെ മാറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പ്രത്യേക ജീവിതം ചെറുപ്പം മുതൽ നല്ല ആഹാരം, എരിവ് പുളിയുള്ളത് കഴിക്കത്തുള്ളൂ, അല്ലാത്ത ഏത് കഴിച്ചാലും വയറ്റി പ്രശ്നം. ഇന്ന് പരിപ്പ് കറിയാണ് കൂട്ടിയത്, പക്ഷേ കട്ടിലേക്ക് കിടന്ന് ഉരുളുക. കാരണം വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം ദൈവം മാറ്റിത്തരുമെന്ന് വിശ്വസിക്കുന്നു. വന്നതിലൊക്കെ ഇരട്ടി അനുഗ്രഹമായിട്ട് ഇപ്പോൾ കഴിഞ്ഞു കൂടുന്നു. ദൈവമക്കളെല്ലാവരും എനിക്കും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്ക് ചുരുക്കും. സ്നേഹത്തിലെ പ്രതികരിച്ച പ്രിയ മകനും ഇപ്പോൾ ആശംസകൾ അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ക്ലാരൻസ് വർഗീസ്.
ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ വന്നിട്ട് 4 മാസമാകുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എലോഹിം ചർച്ചിൽ വീട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് യേശു ക്രിസ്തുവിനെ കാണണമെന്നുള്ളത്. ഞാൻ സഭയിൽ എലോഹിം സഭയിൽ വന്നപ്പോൾ ബിനു പാസ്റ്ററുടെ ശുശ്രൂഷയിൽ എനിക്ക് യേശു ക്രിസ്തുവിനെ വെളിച്ചമായിട്ട് കാണുവാനിടയായി. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബിനു പാസ്റ്റർ ഈ 44 വർഷത്തോളം ദൈവം കാത്തു സൂക്ഷിച്ച് വരാവുന്ന ആപത്തുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എല്ലാം വിടുവിച്ച് ഇത്രയും ആയുസ്സും ആരോഗ്യം കൊടുത്തതിൽ ദൈവത്തിന് അതിൽ നന്ദി ഞാൻ അർപ്പിക്കുന്നു. വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ, വീണ്ടും ദൈവം സഹായിക്കട്ടെ, ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ പാസ്റ്ററെ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഞാൻ സഭയ്ക്ക് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും പാസ്റ്റർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ദൈവം സഹായിക്കട്ടെ. ആശംസകൾ അറിയിക്കുന്നു, ജന്മദിന ആശംസകൾ അറിയിക്കുന്നു. പാസ്റ്റർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അമ്മച്ചിമാർ, സ്നേഹത്തിലുള്ള അമ്മച്ചിമാർ മുൻപോട്ട് വന്നാട്ട് അവർ ഇപ്പോൾ ആശംസകൾ അറിയിക്കും. പിതാവുത്ര പരിശുദ്ധ ആത്മാവിന് വാഴ്ത്തി സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ഭാഗ്യം ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദിയോട് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് കണ്ട നാൾ മുതൽ ഇന്നത്തെ ദിവസം വരെ ഞങ്ങൾക്കൊരു ദുഃഖമില്ല. ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഇത് സ്വർഗമാണ്. അത് ഞാൻ എല്ലാ മക്കളോടും പറയും. എൻ്റെ ദൈവദാസന് ഇത്രയും പോറ്റി പുലർത്തിക്കൊണ്ടുപോകുന്നതിന് ഞാൻ കോടി നന്ദി ഒരു ദിവസം പറയുന്നുണ്ട്. അതങ്ങനെ ആഴ്ചക്കാലമൊക്കെ ഇരിക്കട്ടെ. ഇന്നത്തെ ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുവാണ്. ഇത്രയും നാൾ വരെ പോറ്റി പുലർത്തി എൻ്റെ ദൈവദാസനെ, കുടുംബവും, എൻ്റെ അമ്മച്ചിയെ, അപ്പച്ചനെ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കാനൊരു ഭാഗ്യം എനിക്ക് ഒരുക്കി തന്നതിന് കോടി നന്ദി. എനിക്ക് പ്രാർത്ഥന ഒന്നല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. കിട്ടുന്ന സമയം ഞാൻ ഓടിപ്പോകും, ഞാൻ പോയിരിക്കും, എന്തായാലും ചെറിയ ജോലി ഉണ്ടായാലും ചെയ്യും. ദൈവമേ എല്ലാം ദൈവം നടത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് 4.5 വർഷമാകുന്നു. ഇത്രയും നാളും എനിക്ക് പറയത്തക്ക മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ദൈവകൃപയാൽ എൻ്റെ പാസ്റ്റർ എനിക്ക് എന്താവശ്യപ്പെട്ടാലും എനിക്ക് തരും. പക്ഷെ മറ്റുള്ളവർക്ക് അതുപോലെ ഇതിനകത്തിലൊന്നും ഭാഷ വന്നു കഴിയുന്നുണ്ട് എല്ലാം സമ്മതിച്ചു തരും. പിന്നീടെല്ലാവരും ഞാൻ വന്നിട്ട് ഒരു 8 വർഷമായി. ദൈവകൃപയാൽ ജീവിക്കുന്നു. എലോഹിമിൻ്റെ ഇവിടെ ജീവിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. ഇതിന് പുറത്തു പോയാൽ ജീവിതം നശിച്ചു പോകുന്ന പോലെ ഒരു വലിയ സങ്കടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ വരുന്നവരെല്ലാവരെയും പറയും, ഒരിക്കലും ഈ സ്നേഹത്തിൽ നിന്ന് ആരും വിട്ടുപോകരുതെന്ന് പറയും. അതിന് അത്രത്തോളം സ്നേഹവും സമാധാനവും അനുഭവിക്കുന്ന കഴിഞ്ഞ 8 വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹവും ഒത്തിരി സന്തോഷവും ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ദേവദാസിനോട് ഒത്തിരി നന്ദി പറയുന്നു. എനിക്കൊത്തിരി സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഒത്തിരി കടങ്ങളുമായിട്ടാണ് ഇവിടെ വരുന്നത്. കടങ്ങളും രോഗങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. എന്നാലും ദൈവം അതിൽ നിന്നൊക്കെ വിടുക തന്നു. ഇപ്പോൾ കടങ്ങളൊക്കെ മാറി, സന്തോഷമുണ്ടായി, സമാധാനമുണ്ടായി. ഇനിയും ദൈവസഭയോടൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം. പാസ്റ്ററിന് എല്ലാവിധമായ ജന്മദിനാശംസകൾ നേരുന്നു. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. സമൃദ്ധിയിലും സന്തോഷത്തിനും ഒക്കെയും ദൈവത്തിൻ്റെ വലിയ കരം കൂടെ ഉണ്ടായിട്ടെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിൽ പ്രിയ ബിനു പാസ്റ്ററിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനോടനുബന്ധിച്ച് നമുക്കിവിടെ കൂടി വരവിനായ ദൈവം ഒരുക്കി നൽകി തന്ന വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 44 വർഷക്കാലം പ്രിയ കർത്തൃദാസനെ ക്ഷേമത്തോടെ, ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, അധികം ദൈവകൃപയോടെ ദൈവം കാത്തു പരിപാലിച്ചു. ദൈവസന്നിധിയിൽ ദൈവത്തിന് സർവ്വമാനവും മഹത്വവും അർപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ കുരുട്ടു കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കൊണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തു നിന്നും വിടുവിച്ചെടുപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ഈ ജനത്തിന് നിയമവും
ജാതികൾക്ക് പ്രകാശവുമാക്കി വെക്കുമെന്നുള്ള ആ വചനപ്രകാരം നമ്മുടെ കർത്തൃദാസനെ ഈ കാലയളവിൽ ആത്മീക അന്ധതയിലായിരിക്കുന്ന മനുഷ്യരെ വിടുവിച്ചു കൊണ്ടുവരുവാനും ആ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുവാനും അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും ഒക്കെ അടിമപ്പെട്ട് കഴിയുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് അവരുടെ ലക്ഷ്യമില്ലാതെ ജീവിക്കുമ്പോൾ ആ ദൈവിക ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനും പ്രിയ കർത്തൃദാസിനെ നമ്മുടെ ഈ ജനത്തിൻ്റെ ഇടയിൽ ജാതികളുടെ ഇടയിൽ ഒരു വെളിച്ചമായി ദൈവദാസിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ദൈവദാസിന് ഒരുപാട് മിഷൻസും ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ഈ വരും ദിനങ്ങളിൽ നിറവേറുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതുപോലെ ദൈവദാസിനെ അതിനായിട്ട് അതിശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മോശ എന്നൊരു ലീഡറിനെ ഉപയോഗിച്ചു, വലിയവനായ ദൈവം ഉപയോഗിച്ചു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന അനേക വ്യക്തി ജീവിതങ്ങൾ ഈ കാലയളവിൽ ഒരു ശക്തനായ ലീഡറായി ദൈവം ഉപയോഗിക്കുവാൻ, അന്ത്യകാല ഉണർവിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി ദൈവദാസിനെ അതിശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് അടിയൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജന്മദിനാശംസകൾ നേരുന്നു. ദൈവത്തിൻ്റെ അധിപതിപുരുഷമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയ കർത്തൃദാസൻ മിനിപ്പാസ്റ്ററിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ചാകുന്നല്ലോ. കഴിഞ്ഞ 44 വർഷക്കാലം കർത്താവ് അതിശക്തമായി കർത്തൃദാസനെ ഉപയോഗിച്ചു. ആമേൻ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞങ്ങളൊക്കെ കടന്നു വരുന്ന സാഹചര്യത്തിലൊക്കെ ആമേൻ സ്തോത്രം ഒരുപാട് പ്രതികൂലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ ആമേൻ സ്തോത്രം ശത്രു ഓർത്തു വീണു പോകുമെന്ന്, ആമേൻ നിലംപരിചയാകുമെന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ കർത്തൃദാസനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആമേൻ. ഇനിയും വർദ്ധിപ്പിക്കട്ടെ. ആമേൻ. കർത്താവ് കൊടുത്തിരിക്കുന്ന ദർശനങ്ങൾക്ക് ഒത്തവണ്ണം മുന്നോട്ട് കാൽച്ചുവട് വയ്ക്കുവാൻ. ആമേൻ. നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മുടെ സഭയുടെ ആമേൻ സ്തോത്രം കൈത്താങ്ങാണ് പാസിന് വേണ്ടിയത്. അത് നമ്മൾ ഒരുമിച്ച് നിന്ന് കർത്തൃദാസനെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോട് നിന്നാൽ കർത്തൃദാസൻ ഉയരങ്ങളിൽ എത്തും എന്നാണ് നമുക്ക് ഈ വേദിയിൽ എനിക്കിന്ന് പറയുവാനുള്ളത്. ആമേൻ സ്തോത്രം. കർത്താവ് ഒരുപാട് ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടതുപോലെ ആമേൻ സ്തോത്രം കൈകാര്യം ചെയ്ത് അനേക ഇടങ്ങളിലേക്ക് കർത്തൃദാസനെ അയച്ച് ഇന്ന് ഈ വേദിയിൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്ന എത്രയോ ജീവിതങ്ങളെ ദൈവദാസൻ കരം പിടിച്ചുയർത്തി ഇവിടെ എത്തിച്ചു. ആമീൻ സ്തോത്രം. ഇനിയും ആയുസ്സും ആരോഗ്യവും സമാധാനവും അതിനുള്ള കരുത്തും കർത്താവ് കൊടുക്കട്ടെ എന്ന് ഈ സമയം ആശംസിക്കുന്നു. ആമീൻ സ്തോത്രം. അതുപോലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയുവാനുള്ളത്, കർത്തദാസൻ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആമീൻ സ്വന്തമായി ഓൾഡ് ഏജ് ഹോം നമുക്കുണ്ടാകുവാൻ. ആമീൻ അതിനുവേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. ആമീൻ അടുത്ത ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുമെങ്കിൽ അങ്ങനെ ഒരു വേദിയിൽ നമ്മളായിരിക്കുവാൻ ആമീൻ സ്തോത്രം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കർത്തദാസനെ ദൈവം ഉപയോഗിക്കട്ടെ. അനേകരെ ആമീൻ 1000 10,000 പരിപാലിക്കുവാൻ കർത്തദാസനെ ദൈവം ഉപയോഗിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ദൈവം ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്യുവാനും വയലിൽ അധ്വാനിക്കുവാനും അനേകർ ആമീൻ സമശിഷ്ട സഹോദര ആമീൻ കർത്തദാസന്മാരെ കൂട്ടിച്ചേർത്ത് പിടിക്കുവാനും സഭകളെ പണിതുയർത്തുവാനും ഒക്കെ ദൈവാത്മാവ് ആമീൻ പരിശുദ്ധാത്മാവ് വഴി നടത്തട്ടെ. ദൈവം നടക്കേണ്ടുന്ന വഴി കാട്ടിക്കൊടുത്ത് ആമീൻ സ്തോത്രം കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കരങ്ങളിൽ ഉപയോഗിച്ച് അനേകരെ പടുത്തുയർത്തുവാൻ കരുത്ത് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സഭയുടെയും നാമത്തിൽ ജന്മദിനാശംസകൾ അറിയിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് വരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ദൈവം തന്ന അവസരത്തിന് നന്ദി പറയുന്നു. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ ഭവനത്തിൽ കേട്ട ഒരു വേർഡാണ് ശാപം എന്നുള്ള വേർഡ്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പം എനിക്കോ എൻ്റെ ഫാമിലിക്കോ നേരെ നോക്കാൻ പോലും ഉള്ള ഓപ്ഷൻ ഇല്ലാതെ ഞങ്ങൾ വരുന്നത്. അന്ന് പാസ്റ്റർ എന്നോട് പേഴ്സണലി സംസാരിച്ചു. അന്ന് ഞാൻ എൻ്റെ മുഖം ഉയർന്നതാണ്. പാസ്റ്റർ എന്നെ ആദ്യം ചെയ്യിപ്പിച്ച കാര്യം, എനിക്ക് പലരോടും സംസാരിക്കാൻ മടിയായിരുന്നു. ഞാൻ എൻ്റെ വീടിനകത്ത് ഇരിക്കാൻ തുടങ്ങി. എന്നെ ആദ്യം ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. എത്രയോ പേർക്ക് കൈ കൊടുക്കാൻ ദൈവം എന്നെ അവിടെ വെച്ച് ഉപയോഗിച്ചു. അവിടെ നിന്നാണ് ഞാൻ ഇന്ന് ആവുന്നിടത്ത് നിന്നത്. എനിക്ക് ജോലിയായി, 2 കുഞ്ഞുങ്ങളെ തന്നു. എന്നെ പറയാനാണെങ്കിൽ എനിക്ക് 29 വയസ്സുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് മാരേജ് ആയില്ലായിരുന്നു. അന്ന് പാസ്റ്റർ എന്നോട് പറഞ്ഞാണ്, അതൊരു ഉപവാസത്തിൻ്റെ സമയത്താണ് പറഞ്ഞത്, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിൻ്റെ മാരേജ് നടക്കുമെന്ന്. അതേപോലെ നടന്നു. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവം വിശ്വസ്തനായിരുന്നു. എൻ്റെ ചേച്ചിക്കും കുഞ്ഞില്ലായിരുന്നു. ദൈവം അവക്കും കുഞ്ഞിനെ പൈതലിനെ നൽകി. അവന് നാളെ 13 വയസ്സാവുന്നു. എല്ലാം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്ങേ ചെയ്തിട്ടുള്ളൂ. ദേവദാസൻ എനിക്ക് തന്നൊരു ഉറപ്പുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുക, ദൈവം നിനക്ക് വേണ്ടി വഴി ഒരുക്കുമെന്ന്. ഇന്ന് വരെയും
എൻ്റെ പേരൻസ് ഈ ചർച്ചിലാണ്. എൻ്റെ ആഗ്രഹം പോലെ ഞാൻ ദുബായിക്ക് 2 പ്രാവശ്യം പോയി. ദൈവം എല്ലാ വഴികളെയും ഒരുക്കി. എനിക്ക് നിങ്ങൾക്ക് കാണുന്നതിനെക്കാട്ടും അപ്പുറം ദൈവദാസൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അത് അനുഗ്രഹം. ഫാമിലി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. എൻ്റെ പേരിൽ, എൻ്റെ ഫാമിലിയുടെ പേരിൽ, പേരൻസിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പേരിൽ പാസ്റ്ററിന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. എലോഹീം യൂത്തിൻ്റെ പേരിലുള്ള ഹാപ്പി ബർത്ത്ഡേ വിഷസ് ചെയ്യുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പാസ്റ്റേഴ്സ് ഇനിയും ആശംസകൾ അറിയിക്കാനായിട്ട് പോവുകയാണ്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരികയില്ല. ഇത്രത്തോളം മുടക്കം വരാതെ നടത്തിയ ദൈവം ഇനിയും ജയത്തോടെ നടത്തും. ഞാൻ ഇന്ന് ഇവിടുന്നപ്പോൾ ഓർത്തു, ഈ ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇല്ലയോ? ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യർക്കും എന്തുണ്ട്? ബർത്ത്ഡേ ഉണ്ട്. പക്ഷേ നേരോടെ നടക്കുന്ന ഒരു ബർത്ത്ഡേ മുടക്കിയില്ല. ഒരു ബർത്ത്ഡേയും മുടക്കത്തില്ല. ദൈവം ജയത്തോടെ നടത്തും. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ആഘോഷിക്കാൻ ആർക്കും, നമ്മൾ ഇത്രയും പേർക്കും ബർത്ത്ഡേ ഉണ്ട്, പക്ഷേ ഇതുപോലെ ആഘോഷം നടക്കുന്നില്ല. കാര്യം അതിനും ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട്, പ്രത്യേകമായ വിളി. എല്ലാവർക്കും ബർത്ത്ഡേയുടെ കാര്യത്തിൽ ആഘോഷമില്ല. ഇപ്പം ഇത് ഒരു ബർത്ത്ഡേ വരികയാണ് 25-ാം തീയതി. സ്തോത്രം. അങ്ങനെ ഓരോ ബർത്ത്ഡേ പ്രത്യേകതയുണ്ട്. സ്തോത്രം. അതുപോലെ നമ്മുടെ ചർച്ചിനും പ്രത്യേകമായൊരു ബർത്ത്ഡേ ദൈവം ഒരുക്കിയിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ അതൊരിക്കലും മുടക്കം വരികയില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ എൻ്റെ കുടുംബത്തിൻ്റെയും എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൻ്റെയും എല്ലാവിധ ജന്മദിന ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്തൃദാസന്മാർ ഓരോരുത്തരായി ആശംസകൾ അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 44 വർഷം അതിശക്തമായി ഏറ്റവും അനുഗ്രഹമായ അഭിഷേകത്തിന് നടത്തിയല്ലോ. ഞാൻ ചിന്തിക്കുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു അനുഭവം വാത്സല്യ അപ്പച്ചനും അമ്മച്ചിക്കുമായിരിക്കും. ഈ കുഞ്ഞിനെ കയ്യിലേന്തിയപ്പോൾ അവർ ചിന്തിച്ച് കാണുകയല്ല, ദൈവത്തിൻ്റെ ഒരു മകനായി ലോകം അറിയുന്നൊരു മകനായി തീരും. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ദൈവം ആ കാലങ്ങളൊക്കെ അവരുടെ പേരിൽ, അപ്പച്ചൻ്റെ പേരിലായിരിക്കും അവിടെ അറിഞ്ഞത്, അല്ല അമ്മച്ചിയുടെ പേരില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബിനുപ്പാസിൻ്റെ അപ്പച്ചനെന്നും അമ്മച്ചിയൊന്നും അറിയുന്നതൊരു വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. എൻ്റെയും ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷം ബഹുമാനി അഭിഷേകത്തിന് കീഴിൽ നിൽക്കുവാൻ ജീവിതത്തിൽ ഭാഗ്യവും എനിക്കും ലഭിച്ചു. ഞാനത് ജീവിതത്തിൽ ഒരു ഭാഗ്യമായി പദവിയായിട്ട് തന്നെ കരുതുന്നു. നിശ്ചയമായിട്ടും ഞങ്ങൾ കൂടെയുണ്ട്. അഭിഷേകത്തിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ആ സന്തോഷത്തിൻ്റെ നിമിഷമാണിത്. ജീവിതത്തിൽ ദിവസം പറഞ്ഞതുപോലെ എല്ലാവർക്കും ബർത്ത്ഡേ ഉണ്ട്. എൻ്റെ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അറിയത്തില്ല. എന്നാൽ നമുക്ക് മറക്കാൻ കഴിയാത്ത നല്ല അനുഭവത്തിൽ നിശ്ചയമായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയാണോ കണക്ട് ചെയ്തത് അവിടെ നമ്മൾ വളരും. അതാണ് ഏറ്റവും. അതെത്ര പ്രതിസന്ധി വന്നാലും എത്ര പ്രതികൂലം വന്നാലും ആർക്കും അവിടുന്ന് തകർക്കാൻ പറ്റത്തില്ല. അതിൻ്റെ തെളിവാണ് ബഹുമാന്യ ബിനുപാസ് ഈ പട്ടണത്തിൽ ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു അഭിഷേകത്തെ നിൽക്കാൻ തക്കവണ്ണം എത്ര വലിയ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രതിസന്ധികൾ കടന്നു വന്നു, മലവെള്ളപ്പാച്ചിൽ പോലെ പ്രതിസന്ധി കടന്നു. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ നിർത്തിയതിൻ്റെ കാര്യം അറിയാമോ? ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യനാണ്. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാം അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവം. ഞാൻ ചിന്തിക്കുന്നു, പ്രായത്തിൽ ഒത്തിരി മൂത്ത ഞാൻ എങ്കിലും അഭിഷേകത്തിലാ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അപ്പൻ്റെ സ്ഥാനം വഹിച്ച് ഞങ്ങളെ നയിക്കുന്ന ആ അഭിഷേകത്തിന് എൻ്റെയും കുടുംബത്തിൻ്റെയും എരുമേലി ചർച്ചിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. അധ്യക്ഷാലങ്കൃതമാകുന്ന ആത്മീയ സദസ്സിന് ക്രിസ്തുവിൽ സന്ധ്യാവന്ദനത്തിന് ചൊല്ലുന്നു. ഈ ദൈവിക സന്ധ്യയിൽ പ്രിയ ബിനുപാസിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്ത്
കഴിഞ്ഞ 44 വർഷക്കാലം ഈ ഭൂമിയിൽ കർത്താവ് ആയുസ്സും ആരോഗ്യത്തോടെയും ഏറിയ പങ്കും സ്തോത്രം 17-ാമത്തെ വയസ്സ് മുതൽ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി സ്തോത്രം അനേക രാജ്യങ്ങളിൽ കടന്നു പോകുവാനും അനേകരോട് സുവിശേഷം പറഞ്ഞ് അനേക പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനും കർത്താവ് കൃപ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഇവിടെ വളരെ മനോഹരമാണ്. അപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി വെച്ചത്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് ഞാനും ചിന്തിക്കുന്നത്, ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്തുവാ? ബ്ലെസ്സിങ്സ്. I increasing. R radiance. T 2 H happy day all the year. എല്ലാ വർഷവും സ്തോത്രം അനുഗ്രഹത്തോടെ വർധനവോടെ തേജസ്സോടെ എല്ലാ വർഷവും ജീവിക്കണമെന്നാണ് ബർത്ത്ഡേ എന്ന വാക്കിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഘടകം. സ്തോത്രം. വില്യം കേറി പറഞ്ഞതിൻ്റെ കൂട്ട് സ്തോത്രം, accept the great things from God and attempt the great things for God. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. കർത്താവ് തൻ്റെ ദാസന് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. സ്തോത്രം. ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു: യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. ഞാൻ ആ യോസഫിൻ്റെ ഉള്ള അവിടെ പാസ്റ്റർ ബിനു എന്ന് ചേർക്കട്ടെ. സ്തോത്രം. പാസ്റ്റർ ബിനു ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അതിനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. സ്തോത്രം. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ. സ്തോത്രം. പഴയ നിയമത്തിൽ സ്തോത്രം ഒരു വൃക്ഷമുണ്ട്, ദേവദാരു എന്ന് പറയുന്നത്. അത് ഭൂമിയിലുള്ള സകല വൃക്ഷങ്ങളെക്കാട്ടും ശ്രേഷ്ഠമേറിയ ഏറ്റവും ഉയർന്ന ഏറ്റവും പൊക്കം കൂടിയ ഉയരത്തിൽ പോകുന്ന ഒരു വൃക്ഷമാണ്. പക്ഷെ ആ വൃക്ഷത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ കാറ്റ് പിടിക്കുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ തായ്വേര് മുകളിലോട്ട് എത്രത്തോളം പോകുമോ അതിൻ്റെ 2 ഇരട്ടി താഴ്വേര് താഴേക്ക് പോവുക ഇടയായിത്തീരും. പുറമേ സ്തോത്രം നോക്കുന്നവർക്കറിയത്തില്ല തായ്വേര് എത്രത്തോളം പോകും എന്ന് പറഞ്ഞ പ്രാർത്ഥനയും സ്തോത്രം ദൈവത്തോടുള്ള ആത്മസമർപ്പണമാണ് ദൈവഭൃത്യനെ ഇത്രത്തോളം കർത്താവ് നിലനിർത്തുവാൻ ഇടയായി തീർന്ന് ദീർഘായുസ്സും ആരോഗ്യവും ദൈവം ധാരാളമായി പകർന്നു തരട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരെയും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ചിറ്റാർ ഏലോഹയും ദൈവസഭയുടെയും പേരിലുള്ള സ്തോത്രം ആശംസകൾ, ബർത്ത്ഡേ ആശംസകൾ ഈ സമയത്ത് നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മേ ഗോഡ് ബ്ലെസ് യു. വളരെ സന്തോഷകരമായ ഈ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന നമ്മുടെ അഭിഷിക്തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്ന് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരും 44 വയസ്സെന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് 44 വയസ്സിൻ്റെ മെച്യൂരിറ്റി ഒന്നും അല്ല, ഒരു പക്വതയല്ല. അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ദൈവം അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നതും നടത്തുന്നതും തന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതും. സ്തോത്രം. ഞാനിവിടെ ഇരുന്ന് വന്ന സമയത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം ഓടി വന്നു. അബ്രഹാമിനോട് ദൈവം ആദ്യം കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ഇതാണ്: ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. ആദ്യം കൊടുത്തൊരു വാഗ്ദത്തമാണ്, നിന്റെ പേർ വലുതാക്കും. ഇപ്പം ദൈവത്താൽ നമ്മുടെ പേര് വലുതാകണം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത ഓടി വന്നു. ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തെക്കാൾ 2 വയസ്സൂടെ മൂത്ത ഒരാളാണ്. ജോൺ ലിവിങ്സ്റ്റൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ജോൺ ലിവിങ്സ്റ്റൺ ഒരു നല്ല വക്കീലായി. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം ഈ ജോൺ ലിവിങ്സ്റ്റൺ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചു. അപ്പം ഈ ജോൺ ലിവിങ്സ്റ്റൺ വന്നിട്ട് ഇദ്ദേഹത്തോട് വന്നിട്ട് പറഞ്ഞു, ഡേവിഡ് ലിവിങ്സ്റ്റണോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ കാനഡയിലേക്ക് വരിക, നമുക്ക് അവിടെ പോയി ബിസിനസ് ചെയ്യാം, ബിസിനസ് ചെയ്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഇയാൾ ഓൾറെഡി ഡേവിഡ് ലിവിങ്സ്റ്റൺ ഡോക്ടറാണല്ലോ, അപ്പോൾ അതിലൂടെ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന എൻ്റെ ആഗ്രഹം ആഫ്രിക്കയിലേക്ക് പോവുക എന്നുള്ളതാണ്. ആഫ്രിക്ക ഇന്നത്തെ കാലത്ത് പോലും ഒരു നല്ല രാജ്യം ആയിട്ടില്ലെന്ന് ഓർക്കണം, സാമ്പത്തികമായി സ്റ്റേബിൾ ആയിട്ടില്ല ഇന്ന് പോലും. ഇത് ഞാൻ പറയുന്ന 1813 കാര്യമാണ്. അന്ന് ഇതെത്രമാത്രം ആഫ്രിക്ക താഴ്ന്ന നിലയിലായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക.
ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവം തന്ന ഒരു ദർശനമുണ്ട്, ആഫ്രിക്കയിൽ പോകണം. അങ്ങനെ ഇദ്ദേഹം ആഫ്രിക്കയിലേക്ക് കടന്നുപോയി. ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇത് ഭയങ്കര പിണക്കമായിപ്പോയി. അദ്ദേഹം കാനഡയിലേക്ക് പോയി. ചേട്ടൻ കാനഡയിൽ പോയി അവിടെ വലിയ ബിസിനസ്സൊക്കെ തുടങ്ങി. അദ്ദേഹം വലിയ കോടീശ്വരനായി തീർന്നു. അദ്ദേഹത്തിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടണമെന്ന്. ആരുടെ പേരാ? ജോൺ ലിവിങ്സ്റ്റന്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ജോൺ ലിവിങ്സ്റ്റൺ എന്ന്? ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? പക്ഷേ ഇത്രയും കോടീശ്വരനായ മനുഷ്യന്റെ പേര് ആരും അറിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടെങ്കിൽ അറിയപ്പെട്ടത് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ചേട്ടൻ എന്ന പേരില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ ആ ദൈവം കൊടുത്ത ദർശന പ്രകാരം ഈ മനുഷ്യൻ ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ അന്ന് മുതൽ ഇയാൾ കഷ്ടം അനുഭവിക്കാൻ തുടങ്ങി. അവിടെ ചെന്നു ആരുമില്ല, ഇയാളെ സഹായിക്കാൻ ആരുമില്ല. ഇയാൾ വലിയ ഡോക്ടറൊക്കെയാ, പക്ഷെ ഇദ്ദേഹത്തെ സഹായിക്കാനോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആരും തയ്യാറായില്ല. ചേട്ടൻ പിണങ്ങിപ്പോയി. പിന്നെ ആരുമില്ല ഇദ്ദേഹത്തെ സഹായിക്കാൻ. ഈ മനുഷ്യൻ അവിടെ പാർത്തു. ആ ജനങ്ങളോട് കൂടെ പട്ടിണി കിടന്ന് അവരുടെ കൂടെ പാർത്തു. അടിമത്തത്തിൽ കിടന്ന ജനങ്ങൾക്ക് സുബോധമുണ്ടാകുന്ന നിലയിൽ അവരെ പഠിപ്പിച്ചു. നിങ്ങൾ അടിമകളായി കിടക്കരുത്, നിങ്ങൾ ഇതിനകത്തുനിന്ന് പുറത്തു വരണം. അങ്ങനെ ആഫ്രിക്കയിലെ അടിമത്തത്തെ അദ്ദേഹം നിർത്തലാക്കി. ഈ ജനത്തെ അദ്ദേഹം കയ്യിലെടുത്തു. ഈ ജനത്തിന് അദ്ദേഹം ഒരു അപ്പനായി തീർന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം, ഞാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അദ്ദേഹം അവസാനം മരിക്കുന്നത് തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, ഒരു കൊച്ചു കുടിലിനകത്ത് പ്രാർത്ഥനാ മുറിയിൽ മുട്ടിൽ കുത്തിയിരിക്കുന്ന നിലയിലാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. അദ്ദേഹം മരിച്ചപ്പോൾ ആഫ്രിക്കക്കാർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പനെ വിട്ടുതരില്ല, ഞങ്ങൾ ഈ ശരീരം വിട്ടുതരില്ല. പക്ഷേ സ്തോത്രം, ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ അന്നുണ്ടായിരുന്ന രാജ്ഞി അവർ നിർബന്ധം പിടിച്ചു, ഇല്ല അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരണം. ഉടനെ ആഫ്രിക്കക്കാർ പറഞ്ഞു, നിങ്ങൾ ബോഡി കൊണ്ടുവെക്കോ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ ഇവിടെ അടക്കം ചെയ്യും. നിങ്ങൾക്ക് ബോഡി കൊണ്ടുപോകാം, പക്ഷേ ആത്മാവിനെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അടക്കം ചെയ്യും. അങ്ങനെ 1873 ഡേവിഡ് ലിവിങ്സ്റ്റൺ മരിച്ച് മൺമറഞ്ഞു പോയി. പക്ഷെ ഇന്നും അദ്ദേഹത്തിൻ്റെ പേര് നിലനിൽക്കുകയാണ്. അതാണ് ദൈവം ഒരുത്തൻ്റെ പേര് വലുതാക്കിയാൽ അത് പണം കൊണ്ടല്ല, അത് വിദ്യാഭ്യാസം കൊണ്ടല്ല, അത് സ്തോത്രം ബിസിനസ് കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവം ഒരുവന്റെ പേര് വലുതാക്കും. ബിനുപാസ്റ്ററെ ഓർത്ത് ഞാൻ ഒത്തിരി കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ഒത്തിരി പാസ്റ്റർമാരുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഏകദേശം 28,000 പാസ്റ്റർമാരെ 8 വർഷം മേയിച്ചയാളാണ് ഞാൻ. 28,000 പാസ്റ്റർമാരെ 8 വർഷം അഖിലേന്ത്യാ പെന്തക്കോസ്ത് ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നാഷണൽ പ്രസിഡന്റായിട്ടിരുന്ന് മേയിച്ചയാളാണ് ഞാൻ. എനിക്കറിയാം ഇവരെ നയിക്കണം എന്നെ പാടാന്ന്. സ്തോത്രം. അപ്പം ഞാൻ അവരിലൊന്നും കാണാത്ത കർത്താവിൻ്റെ അഭിഷേകം, ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പുകഴ്ത്തി പറയല്ല, ഞാൻ ഇദ്ദേഹത്തിൽ കണ്ട വലിയൊരു ക്വാളിറ്റി ഉണ്ട്. അതെന്താണെന്നറിയാമോ? തകർന്നു പോയവരെ, ആർക്കും വേണ്ടാത്തവരെ ആ മനുഷ്യൻ ചേർത്ത് പിടിക്കും. അതൊരു വലിയ ക്വാളിറ്റിയാണ്. ആരും അതിന് തയ്യാറാകത്തില്ല. എല്ലാവരും വെള്ളയും ഇട്ട് ക്ലീൻ ഷേവും ചെയ്ത് പ്രൈസ് ദി ലോർഡ് ഇതും പറഞ്ഞ് നടക്കത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറയാം, ജീവിതമില്ലാത്ത ഒരു ആത്മീയം കൊണ്ട് നമുക്ക് യാതൊരു ഗുണവുമില്ല. നമ്മളൊരു കാര്യം, എൻ്റെ ഒരു നേച്ചർ ഞാൻ പറയാം, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ ആദ്യം പറയാം, എന്നെ കൊണ്ട് നടക്കുകയില്ലെന്ന് പറയും. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് ജീവൻ കൊടുത്ത് ഞാൻ അതിന് നിൽക്കുകയും ചെയ്യും. സ്തോത്രം. പക്ഷെ ദൈവദാസൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് തകർന്നവരെ ചേർത്ത് പിടിക്കും. അതിൻ്റെ സകല പണികളും അദ്ദേഹത്തിന് കിട്ടുന്നുമുണ്ട്. പക്ഷെ അതുകൊണ്ട് നിർത്തിയിട്ടുമില്ല. വീണ്ടും എന്ത് ചെയ്യുക? ഊർജ്ജസ്വലതയോടെ. ഞാൻ ഈ ദൈവദാസന് ഒത്തിരി ഗുണങ്ങൾ കണ്ടിട്ടുണ്ട്. നെഗറ്റീവായ ഒരു വേർഡും അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്ത് വലിയ പ്രശ്നം വന്നാലും പോസിറ്റീവായിട്ട് പറയും, ഇല്ലെന്നത് നടക്കും, അത് ശരിയാകും, അത് നന്നാകും, നമ്മളത് ചെയ്യും. അതൊരു ചെറിയ കാര്യമല്ല. സ്തോത്രം. നമ്മളെ നയിക്കുന്നയാൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളും പോസിറ്റീവ് ആകും. നമ്മളെ നയിക്കുന്നയാൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളും നെഗറ്റീവ് ആയിരിക്കും. നമ്മളെപ്പോഴും അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ. ഒത്തിരി പേര് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ അല്ലേ. നമ്മുടെ പണ്ടത്തെ അപ്പച്ചന്മാരൊക്കെ പറയത്തില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സഭയിലെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകണം. മാത്രമല്ല, നമ്മൾ തകർന്നവരെ ചേർത്ത് പിടിക്കണം. എത്രയേറെ കുടുംബങ്ങൾക്ക് ആ പുതുജീവൻ പകരാൻ ദൈവം ഉപയോഗിച്ച ഒരു അഭിഷിക്തനാണ് അല്ലേ. ഇവിടെ നമ്മൾ പല സാക്ഷ്യങ്ങളും കേട്ടു. അവരൊക്കെ പറയുന്ന, അന്ന് ഈ ദൈവദാസനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിന്ന് ജീവനോടെ പോലും ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. കർത്താവ് അതിനുവേണ്ടി നിയോഗിച്ചയക്കിയിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തൻ ഇനി ഒരുപാട് വർഷങ്ങൾ ജീവിക്കണം.
ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യാൻ ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ജീവിക്കണം. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ട അനുഗ്രഹീത കർത്താവിൻ്റെ അഭിഷിക്തന് എല്ലാവിധ ആശംസകളും ഇന്ന് ഈ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഓൾഡ് ഏജ് ഹോമിൽ ഇരുന്നു കൊണ്ട് ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ചെങ്ങന്നൂർ എലോഹീം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെയും പേരിൽ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും കർത്താവിൻ്റെ അഭിഷിക്തന് അർപ്പിക്കുന്നു. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സുദിനത്തിനായ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു, 9 വർഷം കഴിയുന്നു അവൻ ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയതിന് സ്തോത്രം. ഞാനൊരു ദിവസം എൻ്റെ ഇളയ അളിയനെയും കൊണ്ടാണ് എലോഹിമിലേക്ക് വന്നത്. താൻ ശാരീരികമായി തീരെ ക്ഷീണിതനായി ഒരു ചൊവ്വാഴ്ച ആരാധനയ്ക്ക് വന്നു. അങ്ങനെ ആരാധന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഞാനൊരു പാസ്റ്ററാണെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് കൈ തന്നിട്ട് വേഗം റൂമിലേക്ക് പോയി. അപ്പോൾ നേരത്തെ വിളിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വൈകിട്ട് 6 മണി കഴിഞ്ഞു, 6:30 വിളിച്ചപ്പം. അതുവരെ അവനെയും കൊണ്ട് ഞാൻ അവിടെ കാത്തിരുന്നു. കയറിയപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞൊരു വാക്ക്, ഇപ്പോൾ ആയിരിക്കുന്നിടത്തുനിന്ന് ഞാൻ വെട്ടി മാറ്റി വേറൊന്നിനോട് ചേർത്തൊട്ടിക്കും. ശക്തമായി ദൈവം എടുത്ത് ഉപയോഗിക്കും. നിന്റെ ഭാര്യ അത് കണ്ട് സന്തോഷിക്കും. ഇത്രയും മാത്രമേ ദൂത് പറഞ്ഞുള്ളൂ. എൻ്റെ അളിയൻ പ്രാർത്ഥിച്ചു. അവനെ ഇറക്കി വിട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇനിയും ഒത്തിരി നാളൊന്നും ജീവിച്ചിരിക്കത്തില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാനോട് പറഞ്ഞില്ല. ആ ദൂതുകൾ അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ എൻ്റെ നമ്പറോ ഒന്നും കയ്യിലില്ലായിരുന്നു. അടുത്ത ആഴ്ച ഞാൻ 3 ദിവസം ഞാനായിരിക്കുന്ന ചർച്ചിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം കടന്നു വന്ന് ഞാൻ എൻ്റെ മുറിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ വേഗം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു പാഷയുടെ മുഖം. അപ്പം ഞാൻ ആ നിലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോണെടുത്ത് പാഷയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു, ഒറ്റ ബെല്ലിനെടുത്തു. ഞാൻ പറഞ്ഞു, ഇന്നയാളാണ്, കഴിഞ്ഞ ചൊവ്വാഴ്ച വന്ന ആളാണ്, ഞാൻ ഇന്നിടത്താണല്ല പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് തീരുകയും എന്നെക്കൊണ്ട് പിന്നെ ഒന്നും പറയിപ്പിച്ചില്ല. സ്തോത്രം. പാസ്റ്റർ നമ്പർ എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ അന്നേരം മുതൽ നോക്കുകയാണ്, പാസ്റ്റർ എൻ്റെ കൂടെ നിൽക്കണം. അടുത്ത വാക്ക് എന്നോട് പറഞ്ഞ, പാസ്റ്റർ എൻ്റെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരു സഭയിൽ നിൽക്കുകയല്ലയോ. അല്ല, ദൈവം എന്നോട് പറയുന്നു എൻ്റെ കൂടെ നിൽക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ദിവസം എന്നാണ് ഒഴിവ്? ഒരു കോട്ടേജ് മീറ്റിംഗ് ബുധനാഴ്ചയുണ്ട്, വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബുധനാഴ്ച വൈകിട്ടാണെങ്കിൽ എത്താം. അങ്ങനെ ചർച്ചിൽ വന്ന് എന്നെയും കൊണ്ട് ജിബുവിൻ്റെ ജിബുവിൻ്റെ വീട്ടിലേക്ക് കാരംവേലിലേക്ക് പോയി. സ്തോത്രം. ഞാൻ ഇന്നത്തെ പോലല്ല. ഇന്നത്തെ കോട്ടേജ് മീറ്റിംഗ് എന്ന് പറയുന്ന 10, 400, 450 പേര് മേൽ ആരാധനയ്ക്കുള്ള സമയമാണ്. സ്തോത്രം. നമ്മുടെ ചെറിയ സഭകളിലൊക്കെ 50, 60 പേരേ ഉള്ളൂ. പ്രൊഫസർ അതിൽ കോട്ടേജ് മീറ്റിങ്ങിന് പകുതി പേരെ വരത്തുള്ളൂ. എന്നാൽ ഞാനിവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു, തുടങ്ങുന്നത് കണ്ടു. അതിനുശേഷം പ്രസംഗിക്കാൻ സമയമൊക്കെ ആയപ്പോഴത്തേന് ഞാൻ നോക്കുമ്പോൾ ഹാള് നിറഞ്ഞു, കാർ പോർച്ച് നിറഞ്ഞു, സിറ്റ് ഔട്ട് നിറഞ്ഞു, മുറികൾ നിറഞ്ഞു, മിറ്റം നിറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അത്രയൊക്കെ ആൾക്കാരെ കണ്ടു. സ്തോത്രം. ദൈവം അന്ന് ഉപയോഗിച്ചു. ആരാധനയ്ക്ക് ശേഷമായിട്ട് വീണ്ടും ദൈവാത്മാവിനോട് പറഞ്ഞു. സ്തോത്രം. ചില ദൂതുകൾ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ആമേ. അനേകർക്ക് നീ ഒരു അപ്പനായി അമ്മയായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പല ദൂതുകൾ പറഞ്ഞതൊക്കെ നിറവേറുവാനായിട്ടിടയായി. ആമേൻ. ഇന്നും കർത്താദാസനോട് ചേർന്ന് നിൽപ്പാൻ ദൈവം കൃപ തരുന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദിവസങ്ങളിലായി ഞാൻ നേരത്തെ ഇരുന്ന സഭകളിലെ പലരും എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. സ്തോത്രം. അപ്പോൾ ഈ വിളിക്കുന്നവരൊക്കെ പലരും പറഞ്ഞു, പാഷ അവിടെ വരുന്നതിന് മുമ്പേ ഞങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇപ്പം എന്താ കാണാതെ? അത് ഒരു വിഷയത്തിന് വന്ന ഞാൻ പറഞ്ഞു. അന്നേരം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വിടുതലിന് വേണ്ടി എലോഹിമി വരും.
വിടുതൽ കഴിയുമ്പം പോകും. അങ്ങനെയുള്ള ധാരാളം പേരെ കാണാൻ കഴിയുന്നു. എന്നാൽ നിലനിൽക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ട നാൾ മുതൽ ഇന്ന് വരെയും ആമേ ആത്മാർത്ഥമായി സ്നേഹിപ്പാനും, സ്തോത്രം മുമ്പേ ഓർപ്പിച്ചതുപോലെ ആമേ എന്നേക്കാൾ 10 വയസ്സ് എളുപ്പമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാലും അപ്പൻ്റെ സ്ഥാനത്ത് കണ്ട് ആമേ ആലോചന ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആമേ വിധ ജന്മദിന ആശംസകളും ഈ സമയത്ത് നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ സ്തോത്രം. എല്ലാവരും പാഷന്മാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ഓരോ വിഷൻ ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. ഇതിനെക്കാട്ടിൽ ഞാൻ നാളെ പറഞ്ഞ പോലെ ഇതിനെക്കാട്ടി കോടിക്കണക്കിന് രൂപയുള്ള പാഷന്മാരുണ്ട്. അവർ ബാങ്കിൽ മണ്ട ഇട്ടിരിക്കുക. സ്തോത്രം. എന്നാൽ ഇല്ലായ്മയുടെ നടുവിൽ നിന്നും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, പ്രയോജനപ്പെടുവാൻ, ഇങ്ങനെയുള്ളതായ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുവാൻ, ആമേ ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ ഒക്കെയുള്ള ആ മനോഭാവം കൊടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല, ഇവരുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ സംഗതിയല്ല. സ്തോത്രം. മറ്റുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു കണ്ണുനീര് ഒഴുകിയാൽ അതിന് വലിയ വിടുതലാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ, പടർന്ന് പന്തലിക്കട്ടെ. ദേശത്ത് ഹല്ലേലൂയ, ഇന്ത്യയിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പടർന്ന് പന്തലിക്കുന്ന അനുഭവത്തിലേക്കായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുത്ത കർത്താവിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ പിന്നെ ഇവിടെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഇന്ന് ഇതുപോലെ ഒരു കാര്യം ഇവിടെ വെച്ച് ക്രമീകരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചില്ല. ഇങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിനെനിക്ക് ഓർമ്മയില്ല. എല്ലാ ജന്മദിനത്തിനും നിങ്ങൾ എല്ലാവരും വീട്ടിൽ വരും. വൈകിട്ട് രാത്രിയാകുമ്പോൾ വീട്ടിൽ വരും. ഒരു 12 മണിയാകുമ്പം സാധാരണ ഞാനൊരു ജന്മദിനം ഓർക്കത്തില്ല. എൻ്റെ പിള്ളേരുടെ ജന്മദിനം എനിക്കറിയത്തില്ല, എൻ്റെ മാതാപിതാക്കളുടെ ജന്മദിനം എനിക്കറിയത്തില്ല, ഞാൻ ആരെയും വിഷയത്തില്ല, വേറെ ആരും വിഷയത്തില്ല എന്ന് പറഞ്ഞ് വിഷയത്തിൽ മറന്നുപോകും, കാര്യങ്ങൾ മറന്നുപോകും. ഇന്നലെ രാത്രി ഒരു 12 മണിയായപ്പോൾ ഞാനിങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു 11:45 തുരുതുരാ മെസ്സേജ് വരികയാണ്. മെബിൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെ തുരുതുരാ നമ്മുടെ കുട്ടികൾ മെസ്സേജ് അയക്കുന്നു, ഓരോ ആളുകൾ ഇങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജന്മദിനമാണ് ഇന്ന്. ഒരു 11:55 പാലുമോൾ ഓടിക്കയറി വരുന്നു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വിശ്വസൊക്കെ പറഞ്ഞു. അഡ്രിമുൻ പകുതി ഉറക്കത്തിലും അടോണ് അവർ വാങ്ങിച്ച ഷാലുവും അമ്മയും ഞങ്ങൾ അവരെല്ലാം കൂടെ ചേർന്ന് എന്നെ അടുത്തിരുത്തി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ മനസ്സിൽ ഇന്ന് ഞാൻ ഫാദറിനെ കാണാൻ ചെന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിടാ, നിനക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വാങ്ങിച്ചു തരണ്ട, എന്നാ വാങ്ങിച്ചു തരണ്ടേ, നിനക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈ സ്നേഹമാണ് വാങ്ങിച്ചു തരുന്നതിനേക്കാളും വലുത്. നിങ്ങൾ ഇവിടെ വന്ന് കൂടിയത്, ഈ വന്നത്, ഇതെല്ലാം ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട ജിറ്റി പറഞ്ഞ പോലെ, ജിറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞുപോയി. ജിറ്റിയെ പോലെ എല്ലാവരുടെ അനുഭവം അങ്ങനെയൊക്കെയാണ്. ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞപ്പോഴും ചങ്ക്, ഈ അപ്പച്ചൻ്റെ മോൻ്റെ സ്ഥാനത്താണ് ശരിക്കും ഞാൻ കേട്ടോ, ശരിക്കും അപ്പച്ചൻ്റെ മോൻ്റെ സ്ഥാനത്താണ്. അപ്പച്ചൻ പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കണേ. ഒരു ബിജിബാസ് പറഞ്ഞൊരു കൃപയാണ്. ഭയങ്കര റിസ്ക്കാണ്. ഈ ഷൈനി മാമയൊക്കെ ഒരു 10-14 വർഷമായി. ഈ ജസ്റ്റിനൊക്കെ കുഞ്ഞു പ്രായത്തിൽ വന്ന എൻ്റെ കൂടെ, വളരെ ചെറുതാണ്. ജസ്റ്റിന് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ജസ്റ്റിൻ്റെ കൂടെ കണ്ടുണ്ട്. ജസ്റ്റിനൊക്കെ ഇച്ചിരി ഉള്ളപ്പോൾ വന്നാ ആ കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നത് കാണുമ്പോഴാണ് എൻ്റെ ഉള്ളു പിടയ്ക്കുന്നത്. ജോയൽ ഓരോ സമയത്തും സ്റ്റേജിൽ നിന്ന് കീബോർഡ് വായിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് 1000 സ്തോത്രം പറയും. അവനെ ഞാൻ കണ്ടത് വളരെ ചെറുതായിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവനെ ഞാൻ കാണുന്നത്. അവനിന്ന് മീശയും താടിയൊക്കെ ആയി വലിയ ചെറുക്കനായി. അത് കാണുമ്പം അവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാ.
അതവർക്ക് എത്ര അതിനെ അറിയാവുന്ന എനിക്കറിയില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പോയിരുന്ന് സ്തോത്രം പറയും, പ്രാർത്ഥിക്കും ദൈവത്തോട്. അടുത്ത ദിവസം സാബുച്ചാൻ്റെ മോനെ പ്രാർത്ഥിച്ച് വിടാൻ പോവാ, ബെഹറിനല്ലേ മോനെ, ബെഹറിനിലേക്ക് പ്രാർത്ഥിച്ച് വിടാൻ പോവാ. അവന് വിസ വന്നപ്പോൾ എന്നെ വിളിച്ചാ പറഞ്ഞേ, അച്ഛാ എനിക്ക് വിസ വന്നു. സാബുച്ചാൻ്റെ ഇടയ്ക്ക് സ്നേഹം കയറുമ്പോൾ എന്നെ അപ്പനെന്നൊക്കെ വിളിച്ചു കളേ, സുരേഷ് പാസ്റ്റർ വിളിച്ചു കളേ. ശരിക്കും ഈ സുരേഷ് പാസ്റ്ററിൻ്റെ ഭാര്യയെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രോളുന്നേ. എന്നാലും എന്നെ ഇടയ്ക്ക് വന്ന് അടുത്ത് വന്ന് അപ്പ എന്നൊക്കെ വിളിക്കും ഇടയ്ക്ക്. അതൊരു ഭയങ്കര സ്നേഹമാണ്. സ്നേഹിതരെ, പ്രിയരെ, നമ്മളെ ഇവിടെ വരെ നടത്തിയ ദൈവ കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട്, ഭാര്യയുടെ മക്കളുടെ ഒക്കെ ഒരു സപ്പോർട്ട്. അവർ ഇന്നലെ രാത്രി ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ച് അടുത്ത് വരുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ ജന്മദിനമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് ജന്മദിനത്തെക്കാൾ ഏറ്റവും പ്രയോറിറ്റി ദൈവകാര്യത്തിനാണ്. അപ്പം ദൈവകാര്യത്തിൻ്റെ കാര്യത്തിൽ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ഓടി നടക്കുക. ഇപ്പം അവിടെ ആരോ പറഞ്ഞ പോലെ ഓൾഡ് ഏജ് ഹോം എക്സ്റ്റെൻഡ് ചെയ്യണം, പിന്നെ ഒരു പുതിയ പ്രൊജക്റ്റ് നമുക്ക് തുടങ്ങണം, അതിൻ്റെ ചിന്തയിലാണ്. അപ്പം കഴിഞ്ഞ ദിവസം ശാലു പറഞ്ഞു, കറുത്തുപോയി, രാവിലെ 6:30 പോയി വെയിലത്ത് നിൽക്കുന്ന, 6:30 തൊട്ട് വൈകിട്ട് 6:30 വരെ വെയിലത്ത് നിൽക്കുക, സ്ഥലം വേണം, അതിൻ്റെ ഓട്ടമാണ്. അപ്പം ഞാൻ ദൈവത്തോട് പറയും ഇടയ്ക്കിടയ്ക്ക്, നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് എനിക്ക് തിരിച്ചു തരാനായിട്ടൊന്നുമില്ല കേട്ടോ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാം. ഓൾഡ് ഏജ് ഹോമിലെ ഞങ്ങളുടെ അമ്മച്ചിമാർ പറഞ്ഞ പോലെ, അപ്പച്ചന്മാർ പറഞ്ഞ പോലെ, പ്രിയരെ, നമ്മളിവിടെ എന്തേലും ആയിട്ടുണ്ട് യേശുവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതലാണ്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ദൈവത്തോട്, എനിക്ക് എൻ്റെ അകത്ത് ദൈവം തന്നിട്ടുള്ള കുറേ സ്വപ്നങ്ങളുണ്ട്. ഞാൻ ഇന്ന് ശാലുവിനോട് റോഡിൽ കൂടെ പോരുമ്പം പറയുമായിരുന്നു, നമ്മൾ ഇങ്ങനൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ, ഇങ്ങനൊന്നും ആവുമെന്നൊന്നും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയുടെ മണ്ണി ഇറങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട്, അവിടുത്തെ VVIPകളൊക്കെ എനിക്ക് എയർപോർട്ടിൽ വന്നിട്ട് പൂച്ചെണ്ടുമായിട്ട് വന്ന് എന്നെ സ്വീകരിച്ചപ്പോൾ ഞാൻ ദൈവത്തോട്, അവരെന്നോട് ചോദിച്ചു, എന്തിനാ എയർപോർട്ടിൽ മുട്ടുകുത്തിയേ, എയർപോർട്ടിൽ എന്തിനാ? ആരോടെ എയർപോർട്ടിൽ മുട്ടുകുത്തി ഒരാൾ പോലും ഇല്ല, ഞാനിവിടെ എയർപോർട്ടിൽ മുട്ടുകുത്തി. എന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ, ഇവിടം വരെ എത്താനൊന്നും യോഗ്യതയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത് എൻ്റെ 17ാമത്തെ വയസ്സിലാണ്. 17ാമത്തെ വയസ്സിൽ ഞാനൊരു ചെറുപ്പക്കാരനോട് ദൂത് പറഞ്ഞു. ആ ദൂത് നിറവേറി പുള്ളി എന്നെ ദുബൈ കൊണ്ടുപോയി. ഞാൻ അവിടുന്ന് അബുദാബിയിൽ പോയി, അവിടുന്ന് ഞാൻ ഖത്തറിൽ പോയി, അവിടുന്ന് ഞാൻ കുവൈറ്റിൽ പോയി, അവിടുന്ന് ഞാൻ മസ്കറ്റിൽ പോയി. അങ്ങനെ 9 രാജ്യങ്ങൾ പോയിട്ടാണ് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നത്. കർത്താവിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ നടത്തിപ്പും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും. പ്രിയരെ, നമ്മൾ വളരുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം കൂടെ പറയുക. എൻ്റെ തകർച്ചയിൽ എന്നോട് കൂടെ നിന്ന് ഒത്തിരി പേരുണ്ട്. ഈ കർത്തൃദാസന്മാർ എല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട ഷൈനിമാമ്മ, ഞങ്ങളുടെ സഹോദരങ്ങളും എല്ലാം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ അവർ രാത്രി വീട്ടിൽ വരുമെന്നേ. ഞാനിന്നലെ രാത്രി എൻ്റെ ബുക്കിന് ഡയറിക്കകത്ത് ഞാൻ ഇങ്ങനെ എഴുതി, കർത്താവ്, എനിക്ക് 2026 ഇന്ന കാര്യമൊക്കെ ചേർന്ന്, എൻ്റെ ഒരു കാര്യമില്ല കേട്ടോ, എൻ്റെ ഭാര്യയുടെ കാര്യമില്ല, എൻ്റെ അമ്മയുടെ അപ്പൻ്റെ എൻ്റെ ഒരു കാര്യമില്ല, ദൈവസഭയുടെ കാര്യമാണ്. ഞാനെന്നും യേശുപ്പച്ചനോട് പറയും, കർത്താവേ, എൻ്റെ ഒന്നും നടന്നില്ലേ, സഭയുടെ കാര്യം നടക്കണം. എനിക്ക് മുട്ട് വന്നാൽ എനിക്ക് സാരമില്ല, എൻ്റെ കുഴപ്പത്തിൽ എനിക്ക് എന്തെങ്കിലും വന്നാലും എനിക്ക് സാരമില്ല, സഭയ്ക്ക് ഒന്നും വരല്ല, സഭയിലെ ആളുകൾക്കൊന്നും വരരുത്. സഭ എൻ്റെ ഒരു ബലവും എൻ്റെ കുടുംബമാണ്, സഭയാണ്. ഓരോ പ്രതിസന്ധി വരുമ്പോഴൊക്കെ അവർ ചിലപ്പോൾ എൻ്റെ നിന്ന് പഠിച്ചായിരിക്കും. സാവുചാനോട് പറയും, പാസ് ഞങ്ങളുണ്ട്. അത് ഇന്ന് വരെ ജീമോൻചാൻ എന്നെ ആയുസിലൊന്നും വിളിച്ചിട്ടില്ല, വല്ലപ്പോഴും ഒക്കെ എന്നെ വിളിക്കുന്നത് വെല്ലമൊക്കെ വരുമ്പോൾ. ഒരു പ്രതിസന്ധി വന്നപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ജോലി കളഞ്ഞു വരണോ? ഞാൻ പറഞ്ഞു, വേണ്ട, ഒന്നുമില്ല. നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, ഈ കോർഡിനേഷൻ, അത് ജസ്റ്റിന് എന്നിൽ നിന്ന് പഠിച്ചായിരിക്കും. ഇത്രയും പേരെ കോർഡിനേറ്റ് ചെയ്തു. അതൊരു ലീഡറിൻ്റെ ഭയങ്കര കഴിവാണ്. ഒരു ലീഡറിൻ്റെ ക്വാളിറ്റിയാണ് ആളുകളെ സ്നേഹിക്കാനും. നിങ്ങൾ വിളിക്കുമ്പോൾ ഒരാൾ വരണമെങ്കിൽ, എനിക്ക് വേണ്ടി ആരെ ഉപയോഗിക്കത്തില്ല, ഇല്ല, നിങ്ങളത് കേട്ടോണം. എനിക്ക് വേണ്ടി ഞാൻ സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, യേശുവിന് വേണ്ടി ഉപയോഗിക്കും, എനിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. പിന്നെ ജിറ്റി അവളുടെ മനസ്സിന്നാ പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും മനസ്സിന്നാ പറയാനുള്ള ദൈവം നമ്മളെ നടത്തി. പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ എല്ലാവരും ചേർന്ന് നിന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നലെ തൊട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു ഡോക്ടർ പെൺകുട്ടി ഞാൻ കണ്ടിട്ടേ ഇല്ല. അവൾ ഇവിടുത്തെ ഒരു വലിയ ഹോസ്പിറ്റലിലെ മെയിൻ ഡോക്ടറാണ്. ഒത്തിരി നാളിൽ കൊണ്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ പേരൻസ് എന്നെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം അച്ഛാ എന്നെ അറിയാമോ എന്ന് വെച്ചാൽ ഒത്തിരി 100 വർഷം പരിചയമുള്ളവല്ല. എന്നെ അറിയാം. ഞാൻ പറഞ്ഞ അറിയത്തില്ല മോളെ, ഞാൻ ഇന്നടത്തെ ഡോക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് അച്ഛനോട് മിണ്ടുന്നു. ഒത്തിരി പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിട്ടെ. കർത്താവേ എനിക്കൊന്ന് വിശ്വസ് പറയണം. അതിന് അച്ഛന് എനിക്ക് വേറെ ഒന്നും വേണ്ട. അച്ഛൻ ശബ്ദമൊക്കെ ശ്രദ്ധിക്കണം, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കണം. ആസ് എ ഡോക്ടർ എന്ന നിലയിൽ പറയുക. ഇത്രയും പറഞ്ഞിട്ട് എനിക്കൊരു വിശ്വസൊക്കെ ഞാൻ പറഞ്ഞു മോളെ ഞാൻ തിരക്കില്ല. ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 2 കൈയും കൂപ്പി നന്ദി പറയുക. കഴിഞ്ഞ വർഷമൊക്കെ ദൈവം നടത്തി സ്നേഹത്തണൽ ഇത്രയും വലുതാക്കി. നിങ്ങളുടെ കരഞ്ഞുള്ള പ്രാർത്ഥനയിൽ ഞാനുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. എൻ്റെ അമ്മമാർ, എൻ്റെ അപ്പന്മാർ, എൻ്റെ കൊച്ചനുജന്മാർ, എൻ്റെ മക്കൾ, നിങ്ങളെല്ലാവരെയും ദൈവം കാക്കട്ടെ. നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ഡെക്കറേഷനും ഈ സംവിധാനവും ഒക്കെ കാണുമ്പോൾ നന്ദി പറയാം. ഞാൻ കയറി വന്നപ്പം പടക്കമൊക്കെ നിങ്ങൾ പൊട്ടിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നന്ദി കേട്ടോ, താങ്ക് യു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതെനിക്കറിയാം. നിങ്ങളുടെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന എന്നൊക്കെ എനിക്ക് ബോധ്യമുണ്ട്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നന്ദി ഹൃദയത്തിന് ഇതിനപ്പുറത്ത് എന്നാ പറയേണ്ടി എന്ന് അറിയത്തില്ല, ശരിക്കും അറിയത്തില്ല. എല്ലാത്തിനും നന്ദി പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you.
பார்த்து சிரிக்கிறியே பூவில் என்ற தேனியை ஆசையோடு கேட்டு ஆனந்தமாய் எப்போதும் பறக்கிறியே என்ன பார்த்துட்டு பாட்டொன்னு பாடுச்சு அதன் காரணம் ஏசுன்னு சொல்லுச்சு அந்த பாட்டு கவலைய மறந்துட்டேன் இப்போ நானும் பாடுறேனே புது புதுசா எண்ணங்கள் பிறக்குது மனசிங்க ரெக்க கட்டி பறக்குது ஆனந்த தாமரை பூக்குது வர்ணிக்க முடியலையே உன்னை நினைச்சாலே உன்னை நினைச்சாலே உசுருக்குள் மனசுக்குள்ளும் ஏனோ சிலிர்க்குது உன்னை நினைச்சாலே உன்னை நினைச்சாலே உசுருக்குள் மனசுக்குள்ளும் ஏதோ பறக்குது ബർത്ത്ഡേ ആയിരുന്നു നമ്മളിത് ആഘോഷിക്കാൻ പോവുകയാണ്. ചെറിയ ആഘോഷമാണ്. ദൈവം ഒത്തിരി കൃപ ചെയ്തു. കർത്താവിൻ്റെ ദാസനെ ശക്തമായി രോഗരാജ്യങ്ങളിൽ ഉപയോഗിക്കുകയാണ്. എറണാകുളം പട്ടണത്തിൽ കർത്താവിൻ്റെ ദാസൻ്റെ ആഗ്രഹമായിരുന്നു എറണാകുളം ശക്തിയുടെ വരണമെന്ന്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2024 അത്ഭുതമായി കർത്താവോട് സ്ഥാപിച്ചു. ഇനിയും ഒത്തിരി ജനങ്ങൾ നിറഞ്ഞു കവിയും. ഇത് കർത്താവിൻ്റെ ദാസന്റെ ജന്മദിനം കൂടിയാണ്. എല്ലാ ദൈവമക്കളും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കുകയാണ്. എറണാകുളം ചർച്ചിന്റെ പാർശ്വതയിൽ ദൈവദാസനെ കർത്താവ് ധാരാളമായി കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഈ ബർത്ത്ഡേയിൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. ലൈവിൽ അതുകൊണ്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പനെയും അമ്മയെയും വൈഫിനെയും എല്ലാ മക്കളെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ സഭയായി ദേവദാസനെ യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. സകലത്തിലും നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായിട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy